എലിസബത്ത് ബാലയിൽ നിന്ന് താൻ നേരിട്ട ക്രൂര പീഡനങ്ങളുടെ സംഭവങ്ങൾ ഓരോന്നായി പുറത്തുവിട്ടിരിക്കുകയാണ്. എലിസബത്ത് ഈ സത്യങ്ങൾ പുറത്തുവിടുമെന്ന് ബാലയും തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. ബാലയും എലിസബത്തും വേർപിരിഞ്ഞത് എന്തിന്റെ പേരിലാണെന്ന് ഒരുപാട് കാലങ്ങളായി പ്രേക്ഷകർ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എലിസബത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബാല പോലും ഞെട്ടിത്തെരിച്ചു പോകുന്ന തരത്തിലാണ് വാക്കുകൾ. കോകിലെ വിവാഹം ചെയ്യും മുമ്പേ 2.5 വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത്. നടൻ കരൾ രോഗം ബാധിച്ച ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്ത് ആയിരുന്നു. എന്നാൽ ബാലയ്ക്കൊപ്പം ജീവിതത്തിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടനുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിരുന്നില്ല. ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയതിനാലാണ് താൻ ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും പറയുകയാണിപ്പോൾ എലിസബത്ത്. ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ്. മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിലും എനിക്കറിയില്ല. പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പറ മുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ ബാല ഭീഷണിപ്പെടുത്തി. വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അയാൾ എന്നെ അബ്യൂസ് ചെയ്തു, റേപ്പ് ചെയ്തു. അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട്. നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു. എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു. മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞുവെന്നാണ് എലിസബത്ത് കുറിച്ചത്. ബാലയെ വേർപിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത്. സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടിത്തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത്. കുറിപ്പ് വൈറലായതോടെ ബാലയ്ക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകളെത്തി. ഇതുപോലെയുള്ള ക്രിമിനലുകൾക്കെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ ശക്തരാകുന്നതെന്നായിരുന്നു ഒരു കമന്റ്. കരൾ രോഗത്തിന്റെ ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്നുമാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത്. നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് അമൃതയ്ക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അമൃതയും അടുത്തിടെയാണ് ബാലയിൽ നിന്ന് താൻ നേരിട്ടതെന്തെന്ന് തുറന്നു പറഞ്ഞത്. വിവാഹമോചനം നടന്ന വർഷങ്ങൾക്ക് ഏറെ പിന്നിട്ടും അടുത്ത കാലം വരെയും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ ബാല പ്രവർത്തിക്കുകയും അഭിമുഖങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തിരുന്നു. ശേഷം അമൃതയുടെ മകൾ അവന്തിക ബാലയ്ക്കെതിരെ പ്രതിഷേധിച്ചതോടെയാണ് നടൻ അവസാനിപ്പിച്ചത്. എലിസബത്തുമായി വേർപിരിയാനുള്ള കാരണം ചോദിച്ചപ്പോഴെല്ലാം ഒന്നും പറയാതെ എലിസബത്ത് തങ്കമാണെന്നും അവരെക്കുറിച്ച് ഒന്നും പറയുന്നത് ശരിയല്ല എന്നുമാണ് ബാല പലപ്പോഴും പറഞ്ഞത്. 2024 അവസാനമായിരുന്നു മാമപ്പൊണ്ണ് കോകിലയുമായുള്ള ബാലയുടെ വിവാഹം. കോകിലയും തമിഴ്നാട് സ്വദേശിയാണ്. കോകിലയുമായി നടന്നത് ബാലയുടെ 4ാം വിവാഹമാണെന്ന റിപ്പോർട്ടുകൾ. അമൃതയ്ക്ക് മുമ്പും മറ്റൊരു പെൺകുട്ടി ബാലയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കോകിലയുമായുള്ള വിവാഹത്തോടെ കൊച്ചി വിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം.